ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന സിനിമയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റു സിനിമകൾ അല്ലെങ്കിൽ മറ്റു സിനിമ ഇൻഡസ്ട്രികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് സംഭവിക്കുന്നത്, അതായത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഏറ്റവും കൂടുതൽ ചേഞ്ചസ് സംഭവിക്കുന്നത് മലയാള സിനിമയിലാണ്. അതിൽ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എഴുത്തുകാരും അഭിനേതാക്കളും തന്നെയാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അഭിനേതാവാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ആ ഒരു കാലഘട്ടത്തിനനുസൃതമായി ചേഞ്ച് കൊണ്ടുവരാൻ മമ്മൂട്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടം 80 കാലഘട്ടം തൊട്ട് ഇപ്പോൾ വരെയുള്ള ഈ 2024 വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ആ ഒരു ടൈമിലുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ 1980 കാലഘട്ടം എടുക്കുകയാണെങ്കിൽ തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു നോക്കുക. CB മലയിൽ സംവിധാനം ചെയ്ത് ലോഹിതദാസ് ആദ്യമായി തിരക്കഥ എഴുതിയ സിനിമയാണ് തനിയാവർത്തനം എന്ന് പറയുന്നത്. ആ തനിയാവർത്തനം എന്ന സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ നായർ ഫാമിലികളിലുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. അതായത് അതിൽ കാർണവർ എന്ന് പറയുന്ന ആൾ റൂൾ ചെയ്യുന്നു, ബാക്കിയുള്ളവരെല്ലാം അടിയാന്മാരെ പോലെ നിൽക്കുന്നു, അങ്ങനെ പോകുന്നു. ഈ ഒരു സിനിമയും അതുതന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിലെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത്, ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തി ഭ്രാന്ത് അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ ഉണ്ടാകും. അതൊരു ശാപം എന്ന നിലയ്ക്കാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഓരോ തലമുറയിലും ഓരോ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരു അമ്മാവനുണ്ട്, ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അമ്മാവൻ. അതായത് ബാലൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രമാണ്. അപ്പം ബാലൻ്റെ അമ്മാവനാണ് ശ്രീധരൻ. അപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനായിരുന്നു ഈ ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സമൂഹം തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരാണ് അടുത്ത് വരുന്നത്, ബാലനാണോ ഗോപിയാണോ അടുത്ത ഭ്രാന്തിന് വിധേയമാക്കപ്പെടുന്നതെന്ന് പറയുന്നത്. കഥ മുന്നോട്ട് പോയി ഏറ്റവും അവസാനം ഭ്രാന്തിന് വിധേയമാക്കപ്പെടുകയാണ് ഈ ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത്. അപ്പം സാധാരണ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയെ ഇത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ ഒരു വിഷ്വലൈസും ചെയ്തേക്കുന്നത്. അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ അഭിനേതാവ് ഈ ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ്. അതിലെല്ലാം ആ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു കഥാപാത്രം എന്ന് തന്നെ പറയുന്നതാണ് ചങ്ങലയായിട്ട് പറയുന്നത്. അതായത് മറ്റുള്ള സമൂഹത്തിലെ ഓരോ ആൾക്കാരും പറയുന്ന ഇതിന് വിധേയമാക്കപ്പെടുകയാണ് ആ ഒരു കഥാപാത്രം. ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിന് വിധേയമാക്കപ്പെട്ട് അവസാനം ആ ഒരു ചങ്ങലയ്ക്ക് ആ ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടു പോവുകയാണ്. നമുക്ക് ഇന്നും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെയും സമൂഹത്തിലുള്ള ഓരോ വിഷയങ്ങളെ എടുത്ത് കാണിക്കാവുന്നതാണ്. 1980 എന്ന് പറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് ടെക്നോളജി ഒന്നും അത്ര ഡെവലപ്പ് ആകാത്തൊരു കാലഘട്ടം. അതായത് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെയൊക്കെ കൂടുതൽ വിശ്വസിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഈ ഒരു മമ്മൂട്ടിയുടെ ഈ ഒരു തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ട് അവിടെ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെല്ലാം ഓരോ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരാണ്. കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഒരു ചങ്ങല നമ്മളെ മുറുകി ഏറ്റവും അവസാനം നമ്മൾ തന്നെ ഇല്ലാതായി പോവുകയാണ്. അതാണ് ആ ഒരു കഥാപാത്രം അവസാനം കാണിക്കുന്നത്. അതായത് ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം തുടക്കം മുതൽ എങ്ങനെയായിരുന്നു അവിടുന്ന് മാറി അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന അവസാനം ആ ഒരു ചങ്ങലിൽ ബന്ധിക്കപ്പെട്ട അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതായപ്പെടുകയാണ്. അപ്പം അങ്ങനെ ഒരു കഥയെ CB മലയിൽ പ്രസൻറ്റ് ചെയ്യുകയും ലോഹിതദാസിൻ്റെ കഥയിൽ കൊണ്ടുവരികയും മമ്മൂട്ടി എന്ന വ്യക്തി ഗംഭീരമായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ആ ഒരു സിനിമ ഇപ്പോഴും ഒരു 30 വർഷങ്ങൾക്ക് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം കഴിയും തോറും ആ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു സിനിമയാണ് തനിയാവർത്തനം എന്ന് പറയുന്നത്. 2023 വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറഞ്ഞ സിനിമ, ജിയോ ബേബി സംവിധാനം ചെയ്ത ഒരു സിനിമ. ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. കാതൽ ദ കോർ ഏറ്റവും കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രണയവും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. പ്രണയം കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഈ പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നതെന്ന് പറയുന്നാൽ ആണും പെണ്ണും മാത്രമുള്ള പ്രണയം. എന്നാൽ ആണും പെണ്ണും മാത്രമാണ് പ്രണയം. പ്രണയത്തിന് ലിംഗഭേദമില്ല എന്നുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രവും സുധിയുടെ തങ്കൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഈ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രണയം, അതായത് ലിംഗവ്യത്യാസമില്ലാത്തൊരു പ്രണയം, ഹോമോസെക്ഷാലിറ്റി എന്ന് തന്നെ പറയും. ആ ഒരു പ്രണയത്തെ വേറെ ഒരു രീതിയിലും കാണിക്കാതെ സംഭാഷണങ്ങൾക്കുള്ളിൽ ആ ഒരു പ്രണയം എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയെന്ന് കൃത്യമായി കാണിക്കുന്ന സിനിമയാണ് കാതൽ എന്ന് പറയുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ രീതിയിലുള്ള പ്രണയത്തെ ആരും അംഗീകരിക്കപ്പെടുന്നില്ല. കാര്യം നമ്മൾ ടെക്നോളജി ഏറ്റവും കൂടുതൽ ഹൈ ആയി മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ലിംഗഭേദ വ്യത്യാസമില്ലാത്ത പ്രണയത്തെ വലിയൊരു മെജോറിറ്റി ആൾക്കാരും അംഗീകരിക്കുന്നില്ല. അവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ അഭിനേതാവ് ഇതുപോലൊരു കഥ എടുത്ത് അവിടെ പ്രസൻറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ അഭിനയിക്കുകയും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ കൈയടിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. അപ്പോൾ ഈ ഒരു സിനിമയും ഈ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പറയുന്നത്. അപ്പം 1986 റിലീസ് ചെയ്ത തനിയാവർത്തനവും 2023 റിലീസ് ചെയ്ത കാതലും ആ ഒരു 2 കാലഘട്ടങ്ങളിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയത്തെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഈ 2 സിനിമയിലും പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്.
അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ അതാത് കാലഘട്ടങ്ങളിലെ മാറ്റത്തെ തച്ചുടയ്ക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്ത ആക്ടറാണ് മമ്മൂട്ടി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് ഈ ഒരു തനിയാവർത്തനെ പറ്റിയും അതുപോലെ കാതലിനെ പറ്റിയും മമ്മൂട്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ പറ്റിയും അതുപോലെ മമ്മൂട്ടി പ്രതിപാദിക്കുന്ന സിനിമകളിലെ ഈ വിഷയങ്ങളെ പറ്റിയും എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.